കേരള സോഫിയ ഖുറേഷിക്കെതിരെ അധിക്ഷേപം നടത്തിയ ബിജെപി മന്ത്രി വിജയ് ഷാക്കെതിരെ നടപടിയെടുക്കണമെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഷോപ്പിയാനിൽ നടന്ന ഏറ്റുമുട്ടലിൽ 3 ലഷ്കർ ഇ ത്വയ്ബ കമാൻഡറെ വധിച്ചതായി സൈന്യം സ്ഥിരീകരിച്ചു. ജമ്മു കശ്മീരിലടക്കം അതിർത്തി മേഖലകളിൽ ജനജീവിതം സാധാരണ നിലയിലേക്കും നീങ്ങി. അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബത്തിന് 1 കോടി രൂപ ധനസഹായം നൽകാനാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ തീരുമാനം. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ഉണ്ട്. റിപ്പോർട്ട് കാണാം. വർഷ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വലിയ തിരിച്ചടി ലഭിച്ചിട്ടുള്ള പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഒരു സമവായത്തിനുള്ള സമീപനം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. DGMOയുമായുള്ള ചർച്ച ഇപ്പോഴും സജീവമാവുകയാണ്. പ്രധാനമായും വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കൂടുതൽ സ്ഥിതിഗതികളും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളും ഇപ്പോഴും DGMOയുമായിട്ടുള്ള ചർച്ചയിൽ സജീവമായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതേസമയം ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും പാകിസ്ഥാൻ സൈന്യം പിടിച്ചെടുത്തിട്ടുള്ള ഈ BSF ജവാനെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. പൂനം കുമാർ ഷായാണ് ഇന്ന് 10:30 ഇന്ത്യക്ക് കൈമാറിയത്. അമൃത്സറിലെ വാഘ അട്ടാര ബോർഡർ വഴിയായിരുന്നു ഈ കൈമാറ്റം എന്നുള്ളതാണ് BSF വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ BSF ജവാനെ വിട്ടുകിട്ടിയതിന് പിന്നാലെ ഇന്ത്യയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം പിടിച്ചു വെച്ചിരുന്ന പാക് റേഞ്ചറെയും തിരിച്ചുവിട്ടതായുള്ള കാര്യം ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ചെറിയ കാര്യങ്ങളിൽ വലിയ ആശ്വാസമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമായി മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇന്ന് കേന്ദ്രമന്ത്രിമാരുടെയും അതോടൊപ്പം സുരക്ഷ വിലയിരുത്തുന്ന മന്ത്രിമാരുടെയും യോഗം ദില്ലിയിൽ ചേർന്നിരുന്നു. പ്രധാനമായും ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അതിനുശേഷമുള്ള വാർത്താ സമ്മേളനങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ ചർച്ചകൾ ഇപ്പോഴും കേന്ദ്ര തലത്തിൽ സജീവമാവുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും അതോടൊപ്പം വിദേശകാര്യ മന്ത്രി S ജയശങ്കറിന്റെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേതൃത്വത്തിൽ വരുന്ന ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേരുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതിർത്തി മേഖലകളൊക്കെ തന്നെയും സമാധാന അന്തരീക്ഷത്തിന് നീങ്ങിയിരിക്കുകയാണ്. സാധാരണ ജീവിതത്തിലേക്ക് സാധാരണക്കാരൊക്കെയും ജനങ്ങളൊക്കെ തന്നെയും നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നത്. അമൃത്സറിലും അതോടൊപ്പം മറ്റു മേഖലകളിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കർശനമായിട്ടുള്ള ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ജാഗ്രത മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ നിർണായകമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഷോപ്പിയാനിൽ ഉണ്ടായിട്ടുള്ള വെടിവെപ്പിൽ 3 ഭീകരരെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 ലഷ്കർ ഇ ത്വയ്ബ കമാൻഡർമാരെയാണ് കൊലപ്പെടുത്തിയത് എന്ന കാര്യമാണ് ഇന്ന് സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരിൽ നിന്നും നിരവധി ആയുധ ശേഖരങ്ങളും മറ്റു വിവരങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതും സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് ഭീകരരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഷോപ്പിയാൻ വനമേഖലകളിലും മറ്റു അതിർത്തി മേഖലകളിലും ഇപ്പോഴും തിരച്ചിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം സോഫിയ ഖുറേഷിക്കെതിരെ അധിക്ഷേപം പുറത്തുവിട്ടിട്ടുള്ള അല്ലെങ്കിൽ പടച്ചുവിട്ടിട്ടുള്ള BJP മന്ത്രി വിജയ് ഷാക്കെതിരെ കേസെടുക്കണമെന്ന് ഇപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതിയും ഉത്തരവിട്ടിരിക്കുകയാണ്. 4 മണിക്കൂറിനകം ഇയാൾക്കെതിരെ കേസെടുക്കണമെന്ന കർശന നിർദ്ദേശമാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ഇയാളുടെ പ്രസ്താവന സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതും മതസ്പർദ്ധ വളർത്തുന്നതുമാണ് എന്ന ഒരു നിരീക്ഷണവും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇയാൾക്കെതിരെ കർശന നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം തന്നെയാണ് കോടതിയും നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ അതായത് ഇയാളുടെ പ്രസ്താവന വിവാദമായതിന് പിന്നാലെ മാപ്പപേക്ഷയുമായി ഇയാൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മാപ്പ് നൽകിയത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇയാളെ മന്ത്രിസഭയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന ഒരു നിർദ്ദേശത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നേരത്തെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട തങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല എന്ന് നേരത്തെ വാദം ഉന്നയിച്ചിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ഭീകരവാദികൾക്കെതിരെ അല്ലെങ്കിൽ ഭീകരവാദികൾക്ക് സഹായം നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ട ഭീകരർക്ക് അവരുടെ കുടുംബത്തിന് 1 കോടി രൂപ ധനസഹായം നൽകാൻ ഇപ്പോൾ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ യോഗത്തിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള യോഗത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. ജയ്ഷ മുഹമ്മദ് തലവൻ മസൂദ് അസറിൻ്റെ സഹോദരങ്ങൾ അടക്കമുള്ള
നിരവധി ഭീകരരെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യക്ക് വധിക്കാനായിട്ടുള്ളത്. ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ധനസഹായം നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ നിലപാട്. അതോടൊപ്പം നിരവധി ഭീകര സംഘടനകൾ, ലഷ്കർ ഇ തൊയ്ബയുടെയും അതോടൊപ്പം ISIയുടെ അടക്കമുള്ള ഭീകര സംഘടനകൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങൾ കൃത്യമായിട്ട് ആക്രമണം നടത്താൻ ഇന്ത്യക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. ഈ തകർന്നു പോയിട്ടുള്ള കെട്ടിടങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളും ഇതിനോടകം പാകിസ്ഥാൻ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ പോരാടുമ്പോഴും ഭീകരതയെ വളർത്തുന്ന ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഈ അതിർത്തി മേഖലകളിലൊക്കെ തന്നെ ഇപ്പോഴും കനത്ത ജാഗ്രത തുടരുകയാണ്. ചില ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും ബ്ലാക്ക് ഔട്ട് നിരീക്ഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരുകളും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ജമ്മു കാശ്മീരിന്റെ എല്ലാ മേഖലകളിലും ഇപ്പോൾ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. അതേസമയം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെയും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അതായത് ഈ വെടിനിർത്തൽ കരാറിൽ ഡൊണാൾഡ് ട്രംപിന്റെ പങ്ക് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കാതെ മുന്നോട്ട് പോവുകയാണ് പ്രധാനമന്ത്രി. നേരത്തെ പ്രതിപക്ഷ പാർട്ടികളും MP-മാരും ഒക്കെ തന്നെയും ഇദ്ദേഹം ഇതിൽ ഇടപെടണമെന്ന കാര്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഒരു അഭാഗീയത അല്ലെങ്കിൽ ഒരു പുകമറ നീക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേക പാർലമെന്റ് വിളിച്ചു കൂട്ടണമെന്ന ആവശ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനം ഉയർത്തുമ്പോഴും മൗനം വെടിയുന്ന ഒരു നിലപാടിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം കേന്ദ്ര സർക്കാരും മുന്നോട്ട് പോകുന്നത്. നിലവിൽ അതിർത്തി മേഖലകളിലൊക്കെ തന്നെയും സജീവമായി മുന്നോട്ട് പോവുകയാണ്. സ്കൂളുകളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസങ്ങൾ തുറന്നിരുന്നു. ബസ് സ്റ്റാൻഡുകളും കച്ചവട സ്ഥാപനങ്ങളും അതോടൊപ്പം നഗരപ്രദേശങ്ങളൊക്കെ തന്നെയും സജീവമായി സാധാരണ നിലയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്.